സുഹൃത്തുക്കളെ, ചരിത്രമുറങ്ങുന്ന കൊണ്ടോട്ടി അങ്ങാടിയിൽ നല്ല ചായയും എണ്ണപ്പലഹാരവും കിട്ടണ ഒരേ ഒരു കടയുള്ളൂ. അത് നമ്മുടെ കൊണ്ടോട്ടി ചുങ്കത്തങ്ങാടിയിലെ ഹൈദരാഖാൻ്റെ കടയാണ്. ഇപ്പോൾ ഹൈദരാഖി അല്ലതെന്ന് നടത്തുന്നത് ഹൈദരാഖാൻ്റെ മക്കളായ സബീറും സിദ്ദീഖുമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്കിത് ചെറിയൊരു ചായക്കടയിൽ തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നാൽ നല്ല വിശാലമായ ഇരിപ്പിടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു 7:45 ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 8 മണി 8:30 8:45 ആയാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ചായ കുടിക്കാൻ വരുന്നവർക്ക് ഇരിപ്പിടമൊന്നും കിട്ടാതെ നിന്നാണ് ഇവിടെ ചായ കുടിക്കാറ്. അത്രയും നല്ല തിരക്കുള്ളൊരു ചായക്കടയാണിത്. ഇതാണ് നമ്മുടെ സബീർ പറഞ്ഞൊരു ബൂസ്റ്റ് ചായ ഉണ്ട്. ആ ഒരു ചായക്ക് ഇവിടെ ഒരുപാട് ആരാധകരുണ്ട്. ആ ഒരു ആരാധകരിൽ ഒരുവൻ മാത്രമാണ് ഞാനും. അപ്പോൾ സബീറിൻ്റെ ഈ ഒരു ബൂസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ എന്നും നിലമ്പൂരിൽ നിന്നും കൊണ്ടോട്ടി വരെ വരാറുണ്ട്. ഇത് വെറും തള്ളലല്ല, എൻ്റെ സ്ഥാപനം കൊണ്ടോട്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ എന്നും സബീറിൻ്റെ ഈ ഒരു ബൂസ്റ്റ് ചായ കുടിച്ചിട്ടാണ് എൻ്റെ ജോലി തുടങ്ങാറ്. ഈ ഒരു സബീർ പറഞ്ഞ ബൂസ്റ്റ് ചായ കുടിച്ചാൽ അന്ന് ആ ഒരു ഉന്മേഷവും ഉഷാറും അത് വേറെ തന്നെയാണ്. ചില്ലലമാരയിൽ അടുക്കി വെച്ച പലഹാരങ്ങൾ എന്നെ ഒന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് മാടി വിളിക്കുകയാണ്. പേരറിയാത്ത ഒരുപാട് പലഹാരങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു ചായക്കടയുടെ വൃത്തിയുടെ കാര്യത്തിൽ സബീറിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. വൃത്തി അത് മുഖ്യമാണ് സബീറിനും സബീറിൻ്റെ ഉപ്പാക്കും. Trouble, baby, and I can't break away. 2011 ഒരു തണുപ്പുള്ള ഡിസംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഹൈദരാഖിയുടെ കൈകൊണ്ട് ഈ ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിക്കണത്. അന്ന് തുടങ്ങിയതാണ് ഈ ഒരു ചായക്കടയും ഹൈദരാഖിയും സബീറും സിദ്ദീഖും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം. ഉച്ച സമയത്തൊക്കെ ആരെങ്കിലും ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലൂടെ നടന്ന് തളർന്ന് ക്ഷീണിച്ചു പോവുകയാണെങ്കിൽ ഹൈദരാഖ അവരെ വിളിക്കും. മനെ ഇവിടെ വാ, കുറച്ച് വെള്ളം കുടിച്ച് പോയിക്കോ പറയും. അദ്ദേഹം പച്ചവെള്ളം നല്ല കുടിക്കാൻ കൊടുക്കുക. അദ്ദേഹം വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാവും ഫ്രിഡ്ജിൽ, അതെടുത്തിട്ട് ആ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കും. അതിന് അദ്ദേഹം പൈസ ഒന്നും വാങ്ങാറില്ല. എനിക്കും ഒരുപാട് തവണ അദ്ദേഹം ആ ഒരു സ്നേഹത്തോടെയുള്ള ആ ഒരു നാരങ്ങ വെള്ളം തന്നിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മളിവിടെ കൊണ്ടോട്ടി ചുങ്കത്തങ്ങാടിയിൽ വന്ന് നമ്മുടെ ഹൈദരാഖയുടെ ചായക്കടയിൽ നിന്ന് കയറണം. ഒരിക്കലെങ്കിലും നിങ്ങൾ കൊണ്ടോട്ടിയിലൂടെ പോവുകയാണെങ്കിൽ ചുങ്കത്തങ്ങാടിയിൽ നിന്ന് ഈ ഒരു സ്ഥാപനത്തിൽ കയറാൻ നോക്കുക. നല്ല സ്നേഹം നിറഞ്ഞ ചായയും അതുപോലെ തന്നെ പലഹാരവും നമുക്കിവിടെ കിട്ടും.